സത്യം പറഞ്ഞാൽ ഞാനൊരു ജിൻഡോ ഫാനേ അല്ല. ഒരാളുടെയും ഫാനല്ല. പക്ഷേ ജിൻഡോ എന്നെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നെ ഒന്ന് ഫാൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല ഇതുവരെയും. എന്നാലും പറയാനുള്ളതൊക്കെ പറയണമല്ലോ. അതായത് ഇന്നത്തെ എപ്പിസോഡ് ജിൻഡോ തന്നെയാണ് തൂക്കിയത്. സത്യം. ജിൻഡോയ്ക്കാണ് ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് കിട്ടിയത്. കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ ജിൻഡോയ്ക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ജിൻഡോ തൂക്കിയെന്ന് പറയുന്നതിൽ ഒരു മടിയില്ല. അവിടെ കണ്ടുകൊണ്ടിരുന്ന ചേച്ചിമാരുടെയൊക്കെ കയ്യടി കാണണമായിരുന്നു. എന്നാ ഒരു കയ്യടിയാണെന്നറിയാമോ? എന്നാ കയ്യടിയാണെന്നറിയോ? കാരണം ഓഡിയൻസ് എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അതെല്ലാം പുള്ളി പോയിന്റ് അവിടെ ആരോ പറഞ്ഞു കൊടുത്ത് വായിക്കും പോലെ വന്നിന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഇന്നത്തെ ജിൻഡോയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പൊളിച്ച് അടുക്കി. കാരണം ഞാൻ ടോട്ടലായിട്ടാണ് പറയുന്നത്. ഈ ജിൻഡോ കഴിഞ്ഞാൽ നമ്മൾ അതും പറയണം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്ത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ജാസ്മിൻ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ശരിയുമാണ്. തീർച്ചയായിട്ടും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കുറേയേറെ കാര്യങ്ങൾ. അതുപോലെ ശ്രീരേഖ അത്യാവശ്യം പല കാര്യങ്ങളിലും ഇന്ന് അഭിപ്രായം പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ കറക്റ്റ് ആയിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറെ സംസാരിക്കാനുണ്ട്. ശ്രീരേഖയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും അവരുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജിൻഡോ മയം തന്നെയാണ് ഇന്നും. അതിൽ ജാസ്മിനും അത് കഴിഞ്ഞാൽ ജാസ്മിനും നന്നായിട്ട് കാണാം. ബാക്കിയുള്ളവരൊക്കെ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും ഓൾറെഡി പിന്നെ സിബിൻ്റെ എന്ത് കാര്യം പറയണ്ട, കാറ്റൂരി വിട്ട് ഇന്നലെ തന്നെ. അപ്പോൾ അത് അവിടെ അങ്ങ് ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ബാക്കി ഇന്ന് പെർഫോമൻസ് വൈസ് നോക്കിയാൽ ജിൻഡോ മൊത്തത്തിൽ അങ്ങ് സ്കോർ ചെയ്തൊരു ദിവസമാണ്. സോ ജിൻഡോയുടെ ഒരു ഗെയിം പലരും അവിടെ ജിൻഡോയെ വില കുറച്ച് കാണണം. അവർ മനസ്സിലാക്കുന്നില്ല പുള്ളിയുടെ ഗെയിം. ജിൻഡോയെ പിടിച്ചു കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ ഭീഷണിയാണ് ജിൻഡോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം. ബൈ.